ഹലോ, ഞങ്ങൾ ഇന്നൊരു യാത്ര പോവുകയാണ്. നാഗർകോവിലിലേക്കാണ്. ഞാൻ മാത്രമല്ല പോകുന്നത്, ചേച്ചിയും ചേട്ടനും ചേട്ടത്തിയും പിള്ളേരും ഞങ്ങളും പിള്ളേരും എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ ഒരു ചേട്ടൻ്റെ ഒരു റിലേറ്റീവിൻ്റെ ഹൗസ് വാമിംഗ് ആണ്. അതിനാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് അവിടെ നിന്നാണ് പോയത്. അവിടെ ചെന്ന് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് ട്രെയിൻ വരെ ലേറ്റ് ആയിരുന്നു. കുറേ നേരം അവിടെ സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് ട്രെയിൻ വന്നു. ഞങ്ങൾ അതിൽ കയറി. എന്തായാലും ഭാഗ്യം പോലെ സീറ്റ് കിട്ടി. നല്ലതുപോലെ എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ട്രിവാൻഡ്രം ചെന്നിറങ്ങി. പക്ഷേ ഒരു മണ്ടത്തരമാണ് കാണിച്ചത്. ട്രിവാൻഡ്രത്തു നിന്നല്ല, നേരിട്ട് കായംകുളത്തുനിന്ന് പോകാമായിരുന്നു. ഞങ്ങൾ കായംകുളത്ത് നിന്ന് ലേറ്റ് ആകുമെന്ന് പറഞ്ഞ ട്രെയിനിൽ തന്നെയാണ് ട്രിവാൻഡ്രം ചെന്ന് കയറിയത്. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. പറ്റിപ്പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ നാണ്ട കുപ്പി കൊണ്ട് അതിമനോഹരമായിട്ട് എന്തൊക്കെയോ ഒരുക്കി വെച്ചേക്കുന്നു. കുപ്പിയൊക്കെ വേസ്റ്റ് ആക്കാതെ ഇങ്ങനെയും ഓരോന്ന് ചെയ്യാം. അത് കഴിഞ്ഞ് ഞങ്ങൾ റെസ്റ്റ് റൂമിൽ വന്നപ്പോഴാണ് അവിടെ ഒരു അമ്മ താഴെ കിടക്കുന്നത്. ആ അമ്മയുടെ കാല് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷേ പൂമ്പാറ്റമ്മോൻ ചെന്നിട്ട് എടി കുഞ്ഞാറ്റെ, നമ്മുടെ അച്ചാമ്മ എങ്ങും പോയില്ല, താണ്ട അച്ചാമ്മ ഇവിടെ ഉണ്ട് എന്നും പറഞ്ഞ് അത് എൻ്റെ അച്ചാമ്മയാണെന്നും പറഞ്ഞ് അവിടെ പോയി നിൽക്കുകയായിരുന്നു. പിന്നെ ലാസ്റ്റ് മുഖം കണ്ടതിന് ശേഷമാണ് അച്ചാമ്മ മരിച്ചുപോയി. അച്ചാമ്മ മുഖം കണ്ടതിന് ശേഷമാണ്, എന്നാലും അവൾ മുഖം നോക്കി 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 പോകുമായിരുന്നു. അത് കണ്ടപ്പോൾ ശരിക്കും വിഷമമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നാഗർകോവിലിൽ ചെന്നിറങ്ങി. അവിടുന്ന് നമ്മൾ പൊറോട്ട ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ യാത്ര തുടങ്ങി. പക്ഷേ ഒരു 1.5 യാത്രയായിപ്പോയി. നടന്ന് മനുഷ്യൻ്റെ ഊപ്പാട് വന്ന്. അങ്ങനെ കുറേ കഴിഞ്ഞ് ബസ്സൊക്കെ കിട്ടി. നമ്മൾ അവിടുന്ന് ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അതിമനോഹരമായ കാഴ്ചകളായിരുന്നു. രാവിലെ എണീറ്റ് എൻ്റെ പൊന്നോ എന്തൊരു തണുപ്പായിരുന്നു. ഐസ് വെള്ളത്തിൽ കുളിച്ചാൽ ഇതിനേക്കാളും തണുപ്പ് കുറവുണ്ട്. ആ അവസ്ഥയായിരുന്നു അവിടുത്തെ പച്ചവെള്ളത്തിനൊക്കെ. അങ്ങനെ ഞങ്ങൾ കുളിച്ച് റെഡിയായി നമ്മൾ വീണ്ടും ഹൗസ് വാമിങ് വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടെയും നല്ല രസമുണ്ടായിരുന്നു. അവിടുത്തെ ആളുകളൊക്കെ നല്ല ഇതായിട്ട് നമ്മളോട് സ്നേഹമായിട്ട് തന്നെ വന്ന്, ഞങ്ങളൊക്കെ ആദ്യമായിട്ട് പോവുകയാണ്, എന്നാലും നല്ല സ്നേഹം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവിടുന്ന് നമ്മൾ ഫുഡ് കഴിച്ച് ചോറായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ 2-3 റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു. അവിടെ എല്ലാം നമ്മൾ പോയി. അങ്ങനെ അവിടെ എല്ലാം പോയി കഴിഞ്ഞ് ഞങ്ങൾ കന്യാകുമാരിയിലോട്ടൊരു യാത്ര പോവുകയാണ്. ഞാനിതുവരെ പോയിട്ടില്ലെന്ന് പറഞ്ഞത് കാരണം ചേട്ടനും ചേച്ചിയും പറഞ്ഞു എന്നാൽ നിന്നെ കൊണ്ട് കാണിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ കന്യാകുമാരിയിലോട്ട് പോയി. അവിടെ പോയി കുറേ സമയം സ്പെൻഡ് ചെയ്ത് ലാസ്റ്റ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്ന്. അങ്ങനെ 2 ദിവസത്തെ അടിപൊളി ട്രിപ്പായിരുന്നു.